ഇറാനിൽ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിലെ ഭരണകൂടത്തിനെതിരായ പ്രക്ഷോഭം ശക്തമാവുകയാണ്. പ്രക്ഷോഭകാരികൾക്ക് നേരെ പ്രതികാര നടപടി സ്വീകരിച്ചാൽ ആക്രമിക്കുമെന്ന അമേരിക്കയുടെ താക്കീത് മറുവശത്തുണ്ട്. എന്തായാലും ഇറാൻ തങ്ങളുടെ വ്യോമാതിർത്തി അടച്ചിരിക്കുകയാണ്. ആദ്യം 2 മണിക്കൂർ നേരത്തേക്ക് മാത്രമാണ് വ്യോമാതിർത്തി അടച്ചത് എങ്കിലും പിന്നീട് അനിശ്ചിത കാലത്തേക്ക് അത് ദീർഘിപ്പിച്ചു. ഇന്ത്യക്കാരോട് ഇറാൻ വിടാൻ ഇന്നലെ തന്നെ കർശന മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിദ്യാർത്ഥികൾ, ജോലിക്കാർ, വ്യവസായികൾ എന്നീ നിലകളിൽ 10,000-ഓളം ഇന്ത്യക്കാർ ഇറാനിലുണ്ട് എന്നാണ് എംബസിയുടെ കണക്ക്. 2 മണിക്കൂർ നേരത്തേക്ക് വ്യോമാതിർത്തിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് എന്ന് മാത്രമായിരുന്നു ഇറാന്റെ ആദ്യ അറിയിപ്പ്. എന്നാൽ സ്ഥിതി വളരെ മോശമാണ് എന്ന സൂചനയാണ് വ്യോമാതിർത്തി അടച്ചതിലൂടെ വായിച്ചെടുക്കേണ്ടത്. അതായത് ഏത് സമയവും അമേരിക്കയുടെ ആക്രമണം ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്രതീക്ഷിതമായി ഈ നീക്കം ലോകമെമ്പാടുമുള്ള വിമാന സർവീസുകളെ ബാധിച്ചിട്ടുണ്ട്. ഇറാന്റെ ആകാശ പരിധിയിലൂടെ പോകേണ്ട വിമാനങ്ങൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ റദ്ദാക്കുകയോ മടക്കി വിളിക്കുകയോ ചെയ്തു. ഡൽഹിയിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള AA-101, ഡൽഹിയിൽ നിന്നും ന്യൂവാർക്ക് AI-105, മുംബൈ ന്യൂയോർക്ക് AI-119 വിമാനങ്ങളാണ് ഇന്ത്യ റദ്ദാക്കിയത്. ഇവയുടെ മടക്ക സർവീസുകൾ ഉണ്ടാകില്ല. പുലർച്ചെ അസർബൈജാൻ തലസ്ഥാനമായ ബാക്കുവിൽ നിന്നും ഡൽഹിയിലേക്കുള്ള വിമാനം കാസ്പിയൻ കടൽ കടന്ന് ഇറാന് മുകളിലൂടെയായിരുന്നു ഇന്ത്യയിലേക്ക് പറക്കേണ്ടിയിരുന്നത്. വിമാനം പറന്നുയർന്നു കഴിഞ്ഞാണ് ഇറാനി വ്യോമപാത അടച്ച വാർത്ത പുറത്തു വന്നത്. തുടർന്ന് ഈ വിമാനം ബാക്കുവിലേക്ക് തന്നെ മടങ്ങി. തൽക്കാലത്തേക്ക് ഇറാൻ ആകാശപരിധിയിലൂടെ പോകേണ്ട വിമാനങ്ങൾ റദ്ദാക്കാനാണ് ഇന്ത്യൻ വിമാന കമ്പനികളുടെ തീരുമാനം. വഴിതിരിച്ചുവിടാനാകുന്നവ അങ്ങനെ സർവീസ് നടത്തും. ഇറാന്റെ ആകാശപരിധി ഒഴിവാക്കി മറ്റ് ആകാശപാതകളിലൂടെ സർവീസ് നടത്തുന്നതിനാൽ പല വിമാനങ്ങളും അനിശ്ചിതമായി വൈകാൻ ഇടയുണ്ട് എന്നാണ് അറിയിപ്പ് നൽകിയിട്ടുള്ളത്. റദ്ദാക്കുന്ന വിമാനങ്ങളുടെ വിവരങ്ങൾ എയർ ഇന്ത്യ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. യാത്ര പുറപ്പെടും മുൻപ് എയർ ഇന്ത്യയുടെ X കൂടി നോക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് അത്രമേൽ പ്രാധാന്യം നൽകുന്നതിനാലാണ് ഇത്തരത്തിലെ ക്രമീകരണങ്ങൾ എന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം. എയർ ഇന്ത്യ കൂടാതെ മറ്റ് രാജ്യങ്ങളുടെ വിമാന കമ്പനികളും സമാന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 4 ദിവസത്തേക്ക് ഇസ്രയേലി തലസ്ഥാനമായ ടെൽ അവീവിയിലേക്കും ജോർദാൻ തലസ്ഥാനമായ അമ്മാനിയിലേക്കുമുള്ള രാത്രികാല സർവീസുകൾ നിർത്തിവെക്കാൻ ജർമ്മനിയുടെ ലുഫ്താൻസ എയർ തീരുമാനിച്ചിട്ടുണ്ട്. രാത്രി സർവീസുകൾ പകൽ സമയത്തേക്ക് ക്രമീകരിച്ചിട്ടുമുണ്ട്. പകൽ സമയത്തേക്ക് ക്രമീകരിക്കാനാവാത്ത സർവീസുകൾ റദ്ദാക്കിയതാണ് എന്നും മുന്നറിയിപ്പുണ്ട്. എന്തായാലും ഇറാന്റെയും ഇറാഖിന്റെയും വ്യോമാതിർത്തി ഒഴിവാക്കി സഞ്ചരിക്കാനാണ് ലുഫ്താൻസ എയർവേസിന്റെ തീരുമാനം. ഫ്ലൈറ്റ് റഡാർ പരിശോധിക്കുമ്പോൾ ഇറാന്റെ വ്യോമപരിധിയിൽ ഒരു വിമാനം പോലും കാണാനില്ല. സൗദി അറേബ്യ, ഈജിപ്ത് ആകാശമാർഗവും പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ആകാശമാർഗവുമാണ് വഴിതിരിച്ചുവിട്ട വിമാനങ്ങൾ സഞ്ചരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും എയർ ഇന്ത്യ കൂടാതെ ഇൻഡിഗോയും സ്പേസ് ജെറ്റുമാണ് ഇറാനിലേക്ക് സർവീസ് നടത്തുന്ന വിമാനങ്ങൾ. വഴിതിരിച്ചുവിടാനാവാത്ത സർവീസുകൾ റദ്ദാക്കുക മാത്രമാണ് വിമാന കമ്പനികൾക്ക് മുന്നിലുള്ള ഫോം വഴി. ഇന്ത്യക്കാരോട് ഇന്നലെ തന്നെ ഇറാൻ വിടാൻ കേന്ദ്ര സർക്കാരും ഇറാനിലെ ഇന്ത്യൻ എംബസിയും മുന്നറിയിപ്പ് നൽകിയിരുന്നു. നേരത്തെ ജനുവരി 5-ന് പ്രശ്നങ്ങൾ വഷളാകുന്ന സാഹചര്യത്തിൽ നൽകിയിരുന്ന മുന്നറിയിപ്പ് കർശനമാക്കിയാണ് ഇന്നലെ പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇന്ത്യക്കാർ ആരും ഇറാനിലേക്ക് യാത്ര ചെയ്യരുത് എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.